ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. രമ്യചേതസാ ഭഗവൽ സ്വരൂപത്തെ കണ്ടും നിർമ്മലൻ കൂപ്പി സ്തുതിച്ചന്തികേ നിൽക്കുന്നേരം കിന്നനാൻ വിരോചനനന്ദനൻ താനും ചെന്ന് സന്നിധൗ പിതാമഹൻ തന്നെ അടിവണങ്ങിനാന്. ബ്രഹ്മാവും ബ്രഹ്മാത്മകനായ ദേവേന്ദ്രാനുജൻ തൻ മലരടികൂപ്പി നിന്നുടനുണർത്തിച്ചാന്. നിർമ്മലൻ ധർമ്മിഷ്ഠനായുള്ളവനീവനുടെ കൽമഷമൊഴിച്ചു ബന്ധത്തെയും അഴിച്ചുടൻ നന്നായങ്ങനുഗ്രഹം ചെയ്തയിക്കണം പുനരെന്ന് ഉണർത്തിക്കുന്നേരം അരുൾ ചെയ്തു ദേവൻ. ഞാൻ അനുഗ്രഹം ചെയ്യുവാൻ കാലമായി വരുന്നവൻ ദീനനായി വരും അതിൻ മുൻപിൽ എന്ന് അറിഞ്ഞാലും മാനസമതം ധനഹേതുനാ ഭവിച്ചിടും. മാനുഷാദികൾക്കതു താനേ പോയി അകലുമ്പോൾ ഭൂതനായി വരും അവൻ അപ്പോഴിതനുഗ്രഹേതുവും ഭക്ത്യാ ഭവിച്ചിടുമെന്നറിക നീ. ആകയാൽ ഇവൻ മഹാമായയെ ജയിച്ചവൻ ഏകദാ നിജധനമൊക്കവേ നശിച്ചപ്പോൾ മാനസേ ചെറുതൊരു സംഭ്രമമുണ്ടായില്ല. ദാനവനതിശുദ്ധ മാനസനായാനിപ്പോൾ കേവലമിനി മമലോകം പ്രാപിക്കുമിവൻ. സാവർണീമനുവിങ്കൽ ഇന്ദ്രനാകയും ചെയ്യും. അത്ര കാലവും സുതലത്തിങ്കലിരിക്ക പോയി അത്യന്തം മമപദാ ഭക്തി പൂണ്ട് അനുദിനം മുക്തനായി വരികെന്ന മുക്തഹാസവും കലർന്ന് ഉത്തമ പൂമാനരുൾ ചെയ്തുടൻ അവനുടെ മസ്തകമത്തേ തൃക്കാൽ വച്ചു മൂവടി തികച്ചെത്രയും നന്നായി വരികെന്നയച്ചരുള്ളിനാന്. തൽക്ഷണം പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച് ഉൾക്കനീവിയെന്നതി ഭക്തനാം പ്രഹ്ലാദനും ഭക്തവത്സല പ്രസാദത്തെയും വഹിച്ചുകൊണ്ടൊക്കെ തക്കവേ പൗത്രൻ തന്നോടുകൂടെ പോയാന്. ചെന്നവർ മുകുന്ദപാദാബ്ജവും ധ്യാനിച്ചുകൊണ്ട് അന്യകം സുതലത്തിൽ വാണാരങ്ങ് ഇരുവരും. പിന്നെയങ്ങുടൻ ഭൃഗുനന്ദനാജ്ഞയായി ബലി തന്നെ മകശേഷം ചെയ്തു കൂട്ടിനാൻ. മോതാലിങ്ങനെ മഹാബലിയോടുടൻ ത്രൈലോക്യം പണ്ടെങ്ങു മൂവടിയായിക്കൊണ്ടിന്ദ്രനു നൽകിയിടിനാന്. അന്നനന്തരം ബ്രഹ്മാവാദികൾ അഖിലരും ഒന്നിച്ചു നിഗമാന്തവാക്യ ശബ്ദാർത്ഥങ്ങളാല് ചിന്മയം പദം കൂപ്പി സ്തുതിച്ചങ്ങ് ഉപേന്ദ്രനായി നിർമ്മലൻ തനിക്ക് അഭിഷേകവും ചെയ്തിടിനാർ. മംഗലൻ നാരായണൻ തന്നനുഗ്രഹവശാല് അങ്ങമരേന്ദ്രൻ താനും സൗഖ്യമായി വാണിടിനാനെന്നെല്ലാം ത്രൈവിക്രമം കേട്ടു തന്നകന്തെളിഞ്ഞ് അന്നേരം തൊഴുതു മത്സ്യാവതാരത്തെ കേൾപ്പാന്. മന്നവൻ അത്യാഗ്രഹം പൂണ്ടപേക്ഷിച്ചാനെങ്കിൽ
നിന്നുള്ളം തെളിഞ്ഞു കേൾക്കെന്ന് ശ്രീശുകൻ ചൊന്നാൻ. കാലഭേദത്താൽ ഉറങ്ങിടുവാനായി കൊണ്ടുള്ള കാലുഷ്യം കലർന്നു മാഴിത്തളർന്നിരിക്കുമ്പോൾ ദാതാവിൻ മുഖാന്തരത്തിങ്കൽ നിന്നുടൻ പോവി പാതിതങ്ങളാ നിഗമങ്ങളെ ഹയഗ്രീവൻ കൊണ്ടുപോയി അവനെ കൊന്നന്നു നാൻമുഖനതു കുണ്ടതയൊഴിച്ചു നൽകിയിടുവാനായി കൊണ്ടല്ലോ. പണ്ടഖിലേഷൻ മത്സ്യമായ അവതാരം ചെയ്യുവാൻ ഉണ്ടായൊരവകാശമുണ്ടായതിൻ മുൻപേ ഒരു നാൾ കൃതമാലയാകിയ നദി തന്നിൽ പരമഭാഗവതനാകിയ സത്യവ്രതൻ നൃപതീവരൻ ചെമ്മീ കുളിച്ചു തർപ്പിക്കുമ്പോൾ സപതി വന്നങ്ങവൻ കരതാരതിമത്തി ചെറുതായൊരു മത്സ്യബോധമായി അകപ്പെട്ടാൻ. ഒരു കുംഭത്തിലിട്ടു രക്ഷിച്ചാൻ നൃപതിയും കലശമതിൽ കിടന്ന നിശം ദിനം പ്രതി വളരും ശഷമതിൽ നിറഞ്ഞു കൊള്ളായികയാൽ കരുണാകൃതയനാ നൃപതി വരനെടുത്ത് അരികെ കാണായര കൊങ്കരണി തന്നിലിട്ടാൻ. അതിലും നിനം പ്രതി വളർന്നു നിറകയാൽ അതുനാ പുനരൊരു പൊയ്കയിലാക്കിയിടിനാൻ. പൊയ്കയങ്ങതിൽ കൊള്ളാഞ്ഞ് അതിലും വളർന്നുള്ള പൊയ്കകൾ തോറും ക്രമാലാക്കി നിന്ന് ഒഴിഞ്ഞത വൈകാതെ പുഴകളിലാക്കി നാനാവറ്റിലും വൈകാര്യമൂർത്തി വളർന്നൊന്നിലും കൊള്ളായികയാൽ ദൈവജ്ഞൻ കൗതുകാചേതസാ സമുദ്രത്തിൽ അവ്യായൻ തന്നെ കൊണ്ടു ചെന്നുടനാക്കിയിടിനാൻ. സർവലോകേശനായ മത്സ്യവിഗ്രഹനപ്പോൾ ഉർവരാവരനോട് കേവലം അരുൾ ചെയ്താൻ. നീ എന്നെ വളർത്തുപേക്ഷിച്ചതിൻ നിമിത്തമെന്തായതൊന്നേ എനിക്കെന്തോരാശ്രയമിനി പ്രഭോ. ഘോരങ്ങളായ മകരാദികളിടയിൽ മറ്റ് എന്നെയുടയതും പാലിപ്പാൻ നിന്നെപ്പോലെ കാരുണ്യാംബുദേ വിചാരിക്കുകയെന്ന് അരുൾ നേരമുൾത്താരിൽ വിചാരിച്ചിടും നരേന്ദ്രനിൽ മാധവൻ പ്രസാദിക്കമൂലമായുണർന്നീഴും ബോധസംഗ്രഹത്തിങ്കലുണ്ടായ പരമാർത്ഥം വേദങ്ങൾ വീണ്ടിടുവാൻ മീനമായ അവതാരം വേദവിഗ്രഹൻ ഉണ്ടാമെന്നു കേട്ടിരുന്നതും കേവലം ഇക്കാലമൊന്നായി വരികയോ ചെയ്തീ വണ്ണം കാണായതു മറ്റൊന്നല്ലതും നൂനം എന്നെല്ലാം നിരൂപിച്ചു മന്നവൻ നമസ്കരിച്ച് ഉന്നത ഭക്ത്യാ കൂപ്പി സ്തുതിച്ചു ചൊല്ലിടിനാൻ. ഹരേ. അടുത്ത ഭാഗം നാളെ.